ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്യൂൺ ടോക്സ്. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഒരു യുവതി ദീപക് എന്നുള്ളൊരു യുവാവിനെ കുരുതി കൊടുത്ത ഒരു വാർത്ത നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ന്യൂസുകളിൽ നിന്നൊക്കെ അറിഞ്ഞു കാണും. ഷിംജിത എന്ന് പറയുന്നൊരു യുവതി കഴിഞ്ഞ ദിവസം ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യവേ ഈ ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അവരെ മോശമായിട്ട് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും അത് ഒരുപാട് വൈറലാവുകയും പിന്നീട് അത് വൈറലായത് ഒരുപാട് പേര് ദീപക് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കളിയാക്കുകയും അതിലോട് ഒരുപാട് കമന്റുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരാവുകയും അങ്ങനെ അതിൽ മനം നൊന്ത് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിൽ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന തമ്മിൽ തമ്മിൽ എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ഒരു ഡിബേറ്റാണ്. അത് ഞാൻ കണ്ടു. അതിൽ രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അറയ്ക്കൽ, പിന്നെ ഐശ്വര്യ രാജലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ഡിബേറ്റിന് വന്നത്. അറിയാമല്ലോ, രാഹുൽ ഈശ്വർ മെൻസിന് വേണ്ടിയിട്ട്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ശ്രീലക്ഷ്മി അറയ്ക്കലും ഈ ഐശ്വര്യ രാജലക്ഷ്മി എന്ന് പറയുന്നവരൊക്കെ സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ശ്രീകണ്ഠൻ നായരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുള്ള മാധ്യമരംഗത്ത് വർഷങ്ങളായിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ വന്ന് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. അപ്പൊ അത്ര അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ളവര്. അങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഈ പറഞ്ഞ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അച്ഛനെയും അമ്മയും ഇത് ലൈവായിട്ട് കാണിച്ചത്, അതായത് അവരെ വീട്ടിലിരുന്ന് ഈ ഷോ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നാണ് പറഞ്ഞത്. അത് എത്രമാത്രം മോശപ്പെട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതിന്റെ ഞാൻ പറയാൻ കാരണം, ശ്രീലക്ഷ്മി അറയ്ക്കലും അതുപോലെ തന്നെ ഈ ഐശ്വര്യ രാജലക്ഷ്മിയൊക്കെ ആരാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ ശ്രീകണ്ഠൻ നായരെ പോലുള്ള അറിയാവുന്നതാണ്. അപ്പൊ അവരുടെ വായിൽ നിന്ന് എന്ത് വരുമെന്നുള്ള കാര്യവും അറിയായിരുന്നു. ഒരു അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ മുന്നിലേക്ക് ഇതുപോലെ രണ്ടുപേരെ ഇട്ടുകൊടുത്ത് അവരാ ഡിബേറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ മരണപ്പെട്ട ഒരു മനുഷ്യനെ വീണ്ടും കുഴി തോണ്ടിയെടുത്ത് കുത്തിക്കൊല്ലുന്നതിന് അത്രയ്ക്കും വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളായിപ്പോയി. ഇത് കേസ് നടക്കുകയാണ്. ഈ ഒരു കേസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഷിംജിത എന്ന് പറയുന്ന യുവതി, സത്യം പറഞ്ഞാൽ ആ വീഡിയോ കാണുന്നവർക്കെല്ലാവരും, കണ്ടവർക്കെല്ലാം അറിയാം അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം. അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടുള്ളതല്ല. പിന്നെ അവർക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. കാരണം അവരുടെ ആ ഒരു നിപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം അവർ എന്തിനു വേണ്ടിയിട്ടാണ് അത് നിന്നത് എന്നുള്ള കാര്യം, വീഡിയോ ചിത്രീകരിച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. പിന്നെ അവർക്ക് വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സ്പോട്ടിൽ ചെയ്യാമായിരുന്നു. ഒന്ന്, ആ കണ്ടക്ടറോട് പറയാമായിരുന്നു ഇങ്ങനെ ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറി, അവരത് ചെയ്തില്ല. അപ്പം ഈ വരുന്നവരൊക്കെ, ഈ ഡിബേറ്റിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞു കേട്ടു, അത് ഓരോരുത്തരുടെ മാനസികമായിട്ടുള്ള ഇതുപോലിരിക്കും. അവർക്ക് ഒരു വീഡിയോ ചിത്രീകരിച്ച് അത് ഈ നാട്ടുകാരെ മൊത്തം കാണിക്കാം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കണ്ടക്ടറെ വിളിച്ചത് പറയാനാണോ ബുദ്ധിമുട്ട്? അപ്പൊ അവർക്ക് കണ്ടക്ടറെ വിളിച്ച് പറയാമായിരുന്നു. ഇനി അതല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരുപാട് ആളുകളുണ്ട്, അവരോട് ആരോടെങ്കിലും പറയായിരുന്നു. ഒന്നുറക്കെ ബഹളം വെച്ചിരുന്നെങ്കിൽ പോലും ആളുകൾ കൂടിയേനെ. എന്നിരുന്നാൽ പോലും ഈ വീഡിയോ കണ്ടത് വെച്ചിട്ട് അദ്ദേഹം തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ വീഡിയോയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാർ കേസ് അന്വേഷിച്ചു കഴിയുമ്പോൾ അതിനകത്തൊരു തീരുമാനം ഉണ്ടായേനെ. ഇവരിതൊന്നും ചെയ്യാതെ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന്റെ ഉദ്ദേശം അപ്പൊ നമുക്ക് വ്യക്തമാണ്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുമ്പോൾ, ഇപ്പം ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചു, നാളെ മറ്റൊരാൾ ഇത് സത്യമുള്ളൊരു വീഡിയോ ആയിരിക്കും ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു കണ്ണിലെ ആളുകൾ പിന്നീട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാണത്തുള്ളൂ. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ഉണ്ടായ ഒരു സംഭവം നമുക്കറിയാം. ഒരു മനുഷ്യൻ വെറുതെ കയ്യും കെട്ടി സൈഡിൽ ഇരിക്കുമ്പോൾ ഒരു യുവതി വീഡിയോ എടുത്ത് ഇതുപോലെ പബ്ലിഷ് ആക്കി. അത് ഇതുപോലെ തന്നെ ആ മനുഷ്യനൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ അതിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ആ മനുഷ്യന്റെ മുഖം കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് ആരാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ 24 ഈ ഒരു ഡിബേറ്റിനെ പറ്റിയാണ്. മരണപ്പെട്ട മകനെ പറ്റി വീണ്ടും രണ്ടു പേര് വന്നിരുന്ന് മോശമായിട്ട് പറയുന്നത് കേൾക്കാൻ പറ്റുള്ള സാഹചര്യം. ഈ 24 ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം, ശ്രീകണ്ഠൻ നായരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഇതൊക്കെ ഒരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കിന് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അവരിത് മാക്സിമം ഇതിനെപ്പറ്റി ഇനി ഓടിക്കും. അപ്പം കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം അവരെ പങ്കെടുപ്പിക്കേണ്ടായിരുന്നു എന്ന് തോന്നി. ഡിബേറ്റ് എന്തായാലും അനിവാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ ഡിബേറ്റ് അനിവാര്യമാണ്.
പക്ഷെ അച്ഛനെയും അമ്മയും പങ്കെടുപ്പിക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവരത് കാണുന്നില്ലെങ്കിൽ കാണണ്ട. പിന്നെ സ്വന്തം മകനെ പറ്റി ഇത്രയും മോശമായിട്ട് രണ്ടുപേര് വന്നിരുന്ന് പറയുകയാണ്. ഈ വന്നിരുന്ന് പറഞ്ഞവരെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീലക്ഷ്മി അറക്കലും ഈ ഐശ്വര്യ രാജലക്ഷ്മി എന്ന് പറഞ്ഞവരും അവർ അട്ടഹസിക്കുകയാണ് ഈ പറഞ്ഞിട്ട്. അവരുടെ ഈ ഐശ്വര്യ രാജലക്ഷ്മി എന്ന് പറഞ്ഞവരുടെ മുഖത്ത് ഫുള്ള് പുച്ഛമാണ് നമ്മൾ കാണുന്നത്. അവരെന്ത് പറഞ്ഞാലും അതിനകത്ത് ഇങ്ങനെ പുച്ഛം മാത്രമാണ് കാണുന്നത്. ആര് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും. അപ്പം എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഒരു ഒട്ടും ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് തോന്നിയിട്ടില്ല ആ അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടുവന്നത്. എന്തായാലും ഈ കേസിൽ ഇതുവരെയായിട്ടും ആ പെൺകുട്ടി ദീപക്കിനെതിരായിട്ടൊരു പരാതി ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്കെതിരെ പോലീസ് കേസെടുത്തിപ്പം റിമാൻഡിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസ് എന്തായാലും നടക്കട്ടെ. സത്യം എന്തായാലും ഒരു ദിവസം തെളിയിക്കും. അത് കോടതി തെളിയിക്കും സത്യം എന്താണെന്നുള്ള കാര്യം. കോടതി വിധി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ വീഡിയോ കണ്ടത് പ്രകാരം, മറ്റുള്ളവരുടെ മൊഴികൾ പ്രകാരം ദീപക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ ഷിംജിതയ്ക്കെതിരെ ഇപ്പം മറ്റൊരു പരാതിയും കൂടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ അതിന് തൊട്ടടുത്ത് നിന്നൊരു യുവതി, ആ യുവതിയുടെ മുഖവും ഈ വീഡിയോയിൽ പതിഞ്ഞു. ആ യുവതിയുടെ മുഖം വീഡിയോയിൽ ചിത്രീകരിച്ച് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ യുവതിയും ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്യം തെളിയട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.